നമ്മുടെ ഈ KSRTC പ്രിയദർശിനി സൗജന്യ യാത്ര തുടങ്ങിയതിന് ശേഷം പ്രൈവറ്റ് ബസ്സുകളിൽ തീരെ ആൾക്കാരില്ലാതാകുകയും 10,000, 15,000, 20,000 ഡെയിലി കളക്ഷൻ ഉള്ള വണ്ടികൾക്ക് ഇപ്പൊ വന്നിട്ട് 1,000, 2,000 രൂപയിലേക്ക് അത് താഴുകയും അങ്ങനെ പ്രൈവറ്റ് ബസ് മേഖല വലിയ പ്രതിസന്ധി നേരിടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടനുബന്ധിച്ച് ഈ ജൂലൈ 1 മുതൽ പ്രൈവറ്റ് ബസ്സുകൾ പണി മുടക്കുകയാണെന്നൊരു അറിയിപ്പ് വന്നു. അപ്പൊ ഇതിനൊരു പരിഹാരം എന്ന വണ്ണം നമ്മുടെ ഗതാഗത മന്ത്രി പറഞ്ഞിരിക്കുന്നത് പ്രൈവറ്റ് ബസ്സുകൾ സർവീസ് മുടക്കരുത്, അതിൽ ടിക്കറ്റേതര വരുമാനത്തിനായിട്ട് നിങ്ങൾ മറ്റു മാർഗങ്ങൾ കണ്ടുപിടിക്കുക. അതായത് ഈ ടിക്കറ്റേതര വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ബസ്സിനകത്ത് ലോട്ടറി ടിക്കറ്റ് വിൽക്കാം, അല്ലെങ്കിൽ അച്ചപ്പം, മുറുക്ക്, അന്തമാതിരി സാധനങ്ങളൊക്കെ വിൽക്കാം. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തട്ടുകട തുടങ്ങാം. കാടയുണ്ടോ? കാടയിറച്ചി ഇല്ല സാർ. കൊക്കുണ്ടോ? കൊക്കിറച്ചി ഇല്ല സാർ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സൈഡിൽ ഒരു മൂലകയായിട്ട് ഓയോ റൂംസ് തുടങ്ങാം. കഴക്കൂട്ടം എന്റെ അപ്പച്ചിയുടെ മോക്കെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ആണുള്ളത് ടിക്കറ്റേതര വരുമാനത്തിനായിട്ട്. ഇതെല്ലാം ചെയ്ത് നിങ്ങൾ വരുമാനം ഉണ്ടാക്കുക. സർവീസ് നിർത്താൻ പാടില്ല, സമരം ചെയ്യാൻ പാടില്ല കേട്ടാ. ശരി എന്നാ. സ്വന്തം അപ്പച്ചിയുടെ മോളുമായിട്ടാണ് ഞാൻ വരുന്നത്.